നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് ആത്മാവൊന്നുമല്ല, സ്വത്തുമായി ബന്ധപ്പെട്ട എന്തോ വലിയ രഹസ്യമാ തീർച്ച. ഇത്രയും കാലം അവളുടെ പോലീസ് അംഗങ്ങളുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അയാള് നമ്മുടെ സ്റ്റേഷനിലേക്ക് വന്ന കാര്യം പവിയേട്ടൻ അറിഞ്ഞില്ലെന്ന് ഓർക്കുമ്പോഴാ. ഇനി ആ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു സഹായം പ്രതീക്ഷിക്കണ്ട. ആ നിഖിലിന്റെ കാര്യം എഴുതി കൊടുത്തിട്ടും അയാൾ അതിന് ഒരു വില പോലും കൊടുത്തിട്ടില്ല. ആ പരാതി എടുത്ത് ചവറ്റുകൊട്ടയിൽ ഇട്ട് കാണും. അവള് വിളിച്ച് പറഞ്ഞു കാണും, നിഖിലേ അവൻ പാവ, അവനൊന്നും ചെയ്തു കാണില്ലെന്ന്. നീ എന്തിനാ അങ്ങനെ പരാതി കൊടുക്കാൻ പോയത്? ഇതിപ്പോ ആകെ നാണക്കേടായില്ലേ? കേസ് എടുക്കാത്തത് കൊണ്ടല്ല, കേസ് എടുത്താലും അതെന്നെ കളിയാക്കുന്നത് പോലെ ആവില്ലേ? ഒരു ചീള് ചെറുക്കൻ എന്നെ തള്ളി താഴെട്ടൊന്നും പറഞ്ഞല്ലേ നീ പരാതി കൊടുത്തത്? അവൻ എന്നെ തള്ളിയപ്പോ ഞാൻ അങ്ങ് നിന്ന് കൊടുത്തു എന്നല്ലേ കേൾക്കുന്നവർ വിചാരിക്കൂ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് നീയും കണ്ടതല്ലേ ഗിരിജെ? അമ്മ ഇങ്ങനെ കാണുവച്ച ആ സമയത്ത് അമ്മയും രഞ്ജിനേന്റെയും കൂടി പൊരിഞ്ഞ് സണ്ടായിരുന്നു. അപ്പോഴല്ലേ അമ്മ ഡംബ്ലർ എടുത്ത് എറിഞ്ഞത്. അത് താഴെ വീണ് പൊട്ടിയല്ലേ അച്ഛന്റെ വയറ്റിൽ കുത്തി കയറിയത്. അച്ഛാ, യഥാർത്ഥത്തിലേ അമ്മയാ ഇതിനെല്ലാത്തിനും കാരണം. എന്നിട്ട് എന്നെ കൊണ്ട് നിർബന്ധിച്ച് പരാതിയും കൊടുപ്പിച്ചു. അച്ഛ ഇത് കഴിച്ചേ. അതെ, നിഖില് കുപ്പിച്ചിലിനെടുത്ത് വയറ്റിൽ കുത്തി കയറ്റിന്ന് എഴുതിയെടുത്തത്. അച്ഛാ, നിഖില് റിയലി നിരപരാധിയാണ്. ഞാൻ പരാതി കൊടുത്തപ്പോഴേ പറഞ്ഞതാ ഇത് കുഴപ്പാവോന്ന്. ആ ഇനിയല്ലേ അമ്മയുടെ പെടലിക്ക് വെച്ചോടി. അതെ, ഇവക്കിപ്പൊ നിഖിലിനോടുള്ള പ്രേമം മൂത്തിരിക്കുക. നിഖിലും ഇവളുമായിട്ട് പ്രേമത്തിലാണെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? ചോദിച്ചു നോക്ക് പുന്നാര മോളോട്. ഈ അമ്മ വെറുതെ പറയുന്നതാ അച്ഛാ. ഞാനും നിഖിലും തമ്മിൽ അങ്ങനെ ഒരു റിലേഷനേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിഖിലിന്റെ പേരിൽ പരാതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കോ? അതിന് നിഖിൽ എന്ത് തെറ്റ് ചെയ്തു? ഞാനും അവന്റെ അച്ഛനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോ അവൻ പിടിച്ചു മാറ്റിയതല്ലേ ഉള്ളൂ. ബാലൻസ് തെറ്റി ഞാൻ വീണു, അതിന് അവനെന്ത് കഴിച്ചു? എനിക്ക് ദേഷ്യം അയാളോടാ, ആ യതിയോട്. അയാൾ ഫോണിൽ ബാംഗ്ലൂരിലെ നമ്മുടെ കമ്പനിയില്ലേ പൊന്നമത്ത്, അതിൻ്റെ പേരിൽ കുര്യച്ചനെ വിളിച്ച് ആ പണം അയക്കണ്ടെന്ന് പറയുന്നത് കേട്ടല്ലേ ഞാൻ ഇടപെട്ടത്. അയാളെ ഞാൻ വെറുതെ വിടില്ല. ഞാനൊന്ന് എണീറ്റോട്ടെ. വഴക്കുണ്ടായപ്പോൾ അവനതെല്ലാം വിളിച്ച് പറഞ്ഞു. മരുവത്തൂരിലെ സ്വത്തെല്ലാം ഞാൻ കൊണ്ടുപോവാണെന്ന്. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ കൺട്രോൾ പോയത്. മരുവത്തൂരിൽ ഈ സ്വത്തെല്ലാം എങ്ങനെ വന്നു എന്ന്, അതെന്റെ അധ്വാനമാണെന്നുള്ളത് അയാൾ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അച്ഛൻ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇപ്പൊ അച്ഛന് ചീത്ത സമയമാണ്. നിങ്ങളില്ലേ കൂടെ? പിന്നെ എൻ്റെ മോൾ എൻ്റെ കൂടെ നിന്നാ എനിക്കൊന്നും സംഭവിക്കില്ല. നിന്റെ മനസ്സിൽ നിഖിലിനെ കുറിച്ച് നിന്റെ അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചിന്ത മുളച്ചിട്ടുണ്ടെങ്കിൽ ആ മുള ഇപ്പോൾ തന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കണം. ഈ നിഖിൽ നീ കരുതുന്ന പോലെ ഒരുത്തനല്ല.
ഈ കാണുന്ന ചിരി കണ്ടൊന്നും നീ വിശ്വസിക്കരുത്. അവന്റെ ബാംഗ്ലൂർ ലൈഫ് എന്ന് പറഞ്ഞാ നീ കരുതുന്ന പോലെയല്ല. മദ്യവും മയക്കുമരുന്നും പെണ്ണുകേസും. അച്ഛനെ അവൻ തള്ളിയിട്ടു. അച്ഛന് മുറിവ് പറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ICUയിൽ അച്ഛൻ ബോധമില്ലാതെ എത്ര മണിക്കൂറാ കിടന്നത്. അത്രയും സമയം ICUവിന് പുറത്ത് ഞാനും അമ്മ അനുഭവിച്ച ടെൻഷൻ അച്ഛനറിയില്ല. ഉറക്കമൊഴിച്ച് വെള്ളം പോലും കുടിക്കാതിരുന്നപ്പോ അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് വരെ പേടിച്ചു. ആ സമയത്ത് ഞാൻ ആ തീരുമാനമെടുത്തു. ഇനി നിഖിലുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വസിക്കണം. ദാ മതി. അച്ഛാ, ആക്ച്വലി നിഖിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നിഖിലിനെ എന്റെ മനസ്സിൽ നിന്ന് മാറ്റാൻ വേണ്ടി അവനെക്കുറിച്ച് ഇല്ലാത്ത കഥകളൊന്നും പറയരുത്. ബാംഗ്ലൂരിൽ കൂട്ടുകൂടി അടിച്ചു പൊളിച്ചു നടന്ന കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ വൃത്തികെട്ട് കൂട്ടുകെട്ടും സ്വഭാവവുമെല്ലാം മാറ്റിയെടുത്തത് ഞാനാ. അവനിപ്പോ പഴയ നിഖിലേ അല്ലച്ചാ. അല്ല മോളെ, അവനൊന്നും അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോഴും നീ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവൻ പുറത്തെവിടെ പോകുന്നെന്നും എന്തൊക്കെ ചെയ്യുന്നെന്നുള്ളതും. എത്ര തെളിവ് വേണം? ഞാൻ തരാം. നിന്റെ മുമ്പിൽ കാണിക്കുന്ന അവന്റെ മുഖം ശരിക്കുള്ളതല്ല. നീ മാറി ചിന്തിച്ചെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഗിരിജ, നീ കേട്ടല്ലോ. ഇനി ഇവളെ കുറ്റപ്പെടുത്തണ്ട. പവിയേട്ടൻ അധികം സംസാരിക്കണ്ട. ഡോക്ടർ പറഞ്ഞതാ കംപ്ലീറ്റ് റെസ്റ്റ് വേണോന്ന്. ഇത് ഹോസ്പിറ്റൽ ബില്ല. ഇപ്പൊ തന്നെ അടയ്ക്കണം. പിന്നെ ഫാർമസിന്ന് വാങ്ങാനുള്ള മരുന്നും എഴുതിയിട്ടുണ്ട്. ശരി. തിയേറ്റർ ചാർജ് 25,000 രൂപ. മോളെ, അച്ഛൻ്റെ കാർഡ് എടുത്തുകൊണ്ട് പോയി ഈ ബില്ലൊക്കെ അടച്ചിട്ട് വാ. ഇത് ഞാൻ അടച്ചോളാം. ശരി അച്ഛാ, പോയിട്ട് വരാമേ. ദേ, അവളെ പൂർണ്ണമായിട്ടും അങ്ങനെ വിശ്വസിക്കണ്ട. എനിക്ക് സംശയം തോന്നി തുടങ്ങിയിട്ട് കുറച്ചു നാളായി. ഒരുമിച്ചുള്ള ബൈക്കിലെ കറക്കവും സിനിമ കാണലും അമ്പലത്തിൽ പോക്കും അങ്ങനെ. എന്നിട്ട് എന്തുകൊണ്ട് നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല? പറയാനുള്ള ഒരു സന്ദർഭം കിട്ടിയില്ല. അതെ, ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റൊരു സ്ത്രീയുടെ മുഖവും ഭാവങ്ങളിലുള്ള മാറ്റങ്ങളും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂ. ഞാൻ അവനെ വെട്ടിക്കീറും. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുതെന്ന്